ചരിത്രത്തിൽ ഒരിക്കൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മണിക്കൂറിൽ 100 മൈൽ വേഗതയിൽ കാറ്റ് ആഞ്ഞടിക്കാനിരിക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുകെയിൽ അങ്ങോളമിങ്ങോളം നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നൂറുകണക്കിന് വിമാന സർവീസുകളും ആയിരക്കണക്കിന് ട്രെയിൻ സർവീസുകളും റദ്ദു ചെയ്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഏകദേശം 50 ലക്ഷം ബ്രിട്ടീഷുകാരുടെ ഫോണിലാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് വന്നത്. ഈ പുതിയ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു യഥാർത്ഥ ദുരന്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇന്ന് അതിരാവിലെയായിരിക്കും അതിതീവ്ര കൊടുങ്കാറ്റായ ഇയോവിൻ കരയെ സ്പർശിക്കുക. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും കാറ്റ് മണിക്കൂറിൽ 100 മൈൽ വരെ വേഗത കൈവരിക്കും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്. കെട്ടിടങ്ങളിൽ നിന്നും മറ്റും പറന്നുയരുന്ന വസ്തുക്കൾ ജീവന് അപകടമുണ്ടാക്കിയേക്കാം എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മാത്രമല്ല, മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾക്കും ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായേക്കാം. കടൽ തീരത്ത് കൂറ്റൻ തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ തികഞ്ഞ ശ്രദ്ധ വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതിനിടയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ ഇരിക്കെ സ്കൂളുകളും ചൈൽഡ് കെയർ സ്ഥാപനങ്ങളും ഇന്ന് അടച്ചിടും. ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാനാണ് അധികാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തെയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അപകടകാരിയും നാശകാരിയുമായിരിക്കും ഈ കൊടുങ്കാറ്റ് എന്നാണ് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറയുന്നത്. ദേശവ്യാപകമായി ചുവപ്പ് മുന്നറിയിപ്പിനേക്കാൾ വലുതായി നൽകാൻ മറ്റൊന്നില്ലാത്തതിനാലാണ് ചുവപ്പ് മുന്നറിയിപ്പ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ജീവൻ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്കാറ്റിന്റെ പാതയിലുള്ള നോർത്തേൺ അയർലൻഡിലെയും സ്കോട്ട്ലൻഡിലെയും ചില ഭാഗങ്ങളിലെയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ ഫോണുകളിൽ ഇന്നലെ രാത്രിയിലാണ് മുന്നറിയിപ്പ് എത്തിയത്. സൈലന്റിലിരിക്കുന്ന ഫോണിൽ പോലും 10 സെക്കൻഡ് നീണ്ടുനിന്ന സൈറനാണ് മുന്നറിയിപ്പിന്റെ ഭാഗമായി എത്തിയത്. തുടർന്ന് മുന്നറിയിപ്പെത്തി നോർത്തേൺ അയർലൻഡിലും സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിലും കാറ്റിനെതിരെയുള്ള ചുവപ്പ് മുന്നറിയിപ്പാണ് മെറ്റ് ഓഫീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ തീരത്താണ് കാറ്റ് ആദ്യമായി എത്തുന്നത്. പിന്നീട് അത് വടക്കോട്ട് നീങ്ങാൻ തുടങ്ങും. ഇതിന്റെ സഞ്ചാരപാതയിലെങ്ങും കനത്ത നാശം വിതയ്ക്കും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ചിലയിടങ്ങളിൽ കാറ്റിന് മണിക്കൂറിൽ 130 മൈൽ വേഗത കൈവരിക്കാനാകുമെന്ന് അവർ പറയുന്നു. തീരപ്രദേശങ്ങളിൽ നിന്നും അകന്നുള്ള പ്രദേശങ്ങളിൽ കാറ്റിന് ഇത്രയും വേഗത കൈവരിക്കാനാകുന്നത് അസാധാരണമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ സീസണിലെ നാമകരണം ചെയ്യപ്പെട്ട 5ാമത്തെ കൊടുങ്കാറ്റ് തന്റെ മുൻഗാമികളെക്കാൾ ഏറെ നാശം വിതച്ചേക്കാമെന്നാണ് BBC കാലാവസ്ഥാ അവതാരകനായ ജൂഡിത്ത് റാൾസ്റ്റൺ പറയുന്നത്. മാത്രമല്ല, ഇയോവിൻ കൊടുങ്കാറ്റ് എത്തുന്നതോടെ സ്കോട്ട്ലൻഡിലെ താപനില 1982 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. സ്കോട്ട്ലൻഡിലെ 19 ലോക്കൽ അതോറിറ്റി പ്രദേശങ്ങളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇയോവിന്റെ ഉപോൽപ്പന്നങ്ങളായ ഹരിക്കോൺ കാറ്റുകളും പേമാരിയും കനത്ത മഞ്ഞുവീഴ്ചയും ഒക്കെ കാരണം ബ്രിട്ടൻ ഏതാണ്ട് പൂർണ്ണമായി നിശ്ചലമായേക്കാം എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും പറയുന്നത്.